മാളവിക ബിന്നിയും കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മാളവിക, ഇവിടെ ആ കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. അത് കുട്ടിക്ക് അമ്മയുമായുള്ള ആശയവിനിമയം സാധ്യമാക്കിയിട്ടുണ്ടാകില്ല. അമ്മ പലപ്പോഴും അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇയാൾ മുതലെടുത്തിട്ടുണ്ട്, ഈ പ്രതി മുതലെടുത്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. നമുക്കറിയാം, ഓരോ പീഡനത്തിന്റെ കാര്യങ്ങൾ വരുമ്പോഴും അവൾ ധരിച്ചിരുന്ന വസ്ത്രം, അവൾ പുറത്തിറങ്ങിയ സമയമൊക്കെ ചോദ്യം ചെയ്യപ്പെടും. പക്ഷേ നമ്മുടെ വീട്ടകങ്ങളിൽ ഈ കുഞ്ഞ് എന്താണ് ലോകമെന്ന് മനസ്സിലാക്കുക പോലും ചെയ്തിട്ടില്ല. 3.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞ് ബാഡ് ടച്ച് എന്താണ് എന്നത് പോലും ആ കുഞ്ഞിന് മനസ്സിലാക്കാനുള്ള പക്വതയായിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇത്തരം കുഞ്ഞുങ്ങൾ ഈ നിലയിൽ ചൂഷണം ചെയ്യപ്പെടുന്നതിന്റെ ഉത്തരവാദികൾ ആരാണ്? ഇതിനകത്ത് പറയേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച രണ്ടുപേര് സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം എന്ന് പറയുന്നത് നിയമത്തിന് എത്താൻ പറ്റാത്ത ഒരു സ്ഥലമായിരിക്കുകയും, അല്ലെങ്കിൽ നമുക്കൊരു തെറ്റിദ്ധാരണ ഉള്ളത് കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണെന്നുള്ള ഇങ്ങനെയുള്ള കുടുംബത്തിനെ കുറിച്ചുള്ള പൊതുധാരണകൾ മാറ്റിവെച്ചാൽ തന്നെ, കാരണം ഏറ്റവും ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വയലൻസ് നടക്കുന്ന സ്ഥലമാണ് കുടുംബങ്ങൾ എന്ന് നമ്മളൊരു സമൂഹമായിട്ട് അംഗീകരിച്ചാൽ തന്നെ ഇതിൻ്റെ പല പ്രശ്നങ്ങളും ഇല്ലാതായി മാറും. ഇപ്പൊ ഇതിനകത്തെ അമ്മയെ മാത്രം കുറ്റം പറയാൻ വളരെ വളരെ ഈസിയാണ്. ആ അമ്മയ്ക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. കാരണം ചികിത്സിച്ചില്ലെങ്കിൽ 6-7 വർഷത്തോളം നിലനിൽക്കുന്ന അസുഖമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നാണ് മയോ ക്ലിനിക്കിന്റെ ഒരു കേഴ്സറി സെർച്ച് പറയുന്നത്. അതുപോലെ ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഇതിന്റെ സൈക്കോളജിക്കൽ തലങ്ങൾ ഡോക്ടർ മോഹൻ റോയ് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ പോക്സോ കണക്കുകൾ ഇന്ത്യയിൽ എടുത്തു നോക്കിയാൽ 50% പെൺകുട്ടികളും 19% ആൺകുട്ടികളും ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന ഒരു കൺട്രിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. NCRB റെക്കോർഡ്സ് സൂചിപ്പിക്കുന്ന ഇതിലും കൂടുതലാണ് കഴിഞ്ഞ ഈ പാൻഡമിക്കിന് സമയത്തും പാൻഡമിക്കിന് ശേഷവും 4.5% വർധനവ് ചൈൽഡ് അബ്യൂസിൽ ഉണ്ടായി, കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ ഉണ്ടായി എന്നാണ് നമ്മളെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതൊരു സോഷ്യൽ ഇഷ്യൂ, സാമൂഹികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. ഇതിൽ ഏറ്റവും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 92% കുട്ടികളും അബ്യൂസ് ചെയ്യപ്പെടുന്നത് അവർക്കറിയാവുന്ന ആൾക്കാരിൽ നിന്നാണ് ഈ ലൈംഗിക ചൂഷണം അവർക്ക് ഏൽക്കപ്പെടുന്നത്. അതില് ഏകദേശം 20% സ്വന്തം കുടുംബത്തിലെ കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെയാണ്. ഈ 20% ആക്ച്വലി അണ്ടർ റിപ്പോർട്ടിംഗ് കാരണമാണ് വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കുടുംബം എന്നുള്ള ഒരു മിഥ്യ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും കുടുംബത്തിനകത്ത് നടക്കുന്ന ഇങ്ങനെയുള്ള ക്രൈമുകൾ ഡൊമസ്റ്റിക് വയലൻസിന്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ റിപ്പോർട്ടഡ് പോലും ആകുന്നില്ല. ഇനി ഒരു കുഞ്ഞ് പറയുകയാണെന്ന് വിചാരിക്കുക, എത്ര പേര് പോലീസിന്റെ അടുത്ത് പോയി ഇത് കംപ്ലൈന്റ് ചെയ്യും? ആ കുഞ്ഞിന് വേണ്ടിയുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ കൊടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ അയാളെ കുറച്ച് നാളത്തേക്ക് ആ ഫാമിലിയിൽ നിന്ന് മാറ്റി നിർത്തുകയായിരിക്കും. പക്ഷെ ഒരു കേസ് എടുക്കാൻ മുതിരുന്ന എത്ര കുടുംബങ്ങൾ കാണും? കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇയാൾ തന്നെ എന്ന നല്ല കുട്ടി ഭാവിച്ച് തിരിച്ച് ആ ഫാമിലിയിലേക്ക് കയറുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ പലപ്പോഴും കുടുംബത്തിന്റെ നല്ല പേര് അല്ലെങ്കിൽ കുടുംബത്തിന്റെ മഹിമ കീപ്പ് ചെയ്യാൻ ഹോമിക്കപ്പെടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിനെ പ്രകീർത്തിച്ച് പറയുന്നത് നമ്മൾ നിർത്തി കുടുംബത്തിനെ തന്നെ ഇന്ററോഗേറ്റ് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആയാൽ തന്നെ നമ്മൾ ബെറ്റർ പാരൻസ് ആയി മാറും. നമുക്ക് നമ്മുടെ കുട്ടികളെ കുറെ കൂടെ നന്നായിട്ട് വളർത്താൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് സ്ത്രീകളെ തുച്ഛീകരിച്ച് കാണുന്നതും സ്ത്രീകളുടെ ശരീരങ്ങളെ വെറും ലൈംഗിക അവയവങ്ങളായി കാണുന്നതിന്റെയും ഒരു റിസൾട്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നത്. ഇത് രണ്ട് സോഷ്യൽ ഫിനോമിന അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടണം. സ്ത്രീ ശരീരങ്ങളെ ഏതൊക്കെ സൊസൈറ്റീസിലാണോ ഡിവാല്യൂ ചെയ്യപ്പെടുന്നത് അവിടെ എല്ലാം തന്നെയാണ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഏറ്റവും നിലനിൽക്കുന്ന സൊസൈറ്റി, സെക്ഷൽ റിപ്രഷൻ ഏറ്റവും നിലനിൽക്കുന്ന സൊസൈറ്റീസിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ റൂട്ട്സ് കിടക്കുന്നത് സാമൂഹികമായിട്ട് നമ്മൾ നിലനിർത്തിയിരിക്കുന്ന പേട്രിയാർക്കൽ ആയിട്ടുള്ള സമൂഹത്തിൽ നമ്മൾ നിലനിർത്തിയിരിക്കുന്ന പല ധാരണകളുടെയും റിസൾട്ട് ആയിട്ടാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിലേക്ക് മാത്രം, ഇതൊരു ഒറ്റപ്പെട്ട പ്രോബ്ലവും അല്ലല്ലോ. നമുക്ക് ഇന്ന് ഈ അമ്മയെ കുറ്റം പറയാം, അല്ലെങ്കിൽ അച്ഛനെ കുറ്റം പറയാം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറ്റം പറയാം. പക്ഷെ ഇതൊരു വലിയ സാമൂഹിക വിപത്താണ്. ഈ കുഞ്ഞ് മരണപ്പെട്ടത് കൊണ്ടും ഈ കുഞ്ഞിനെ
അമ്മ പറയുന്നത് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി എടുത്തെറിഞ്ഞു എന്നുള്ളതാണ്. അതും വരുന്ന ഒരു പൊതുബോധത്തിന്റെ റിസൾട്ട് ആയിട്ടല്ലേ. ഇപ്പൊ സതയ സിനിമയിലുള്ളതുപോലെ ഒരു ഒരു കുട്ടിക്ക് ഒരു സെക്ഷൽ ഒഫൻസ് സഹിക്കേണ്ടി വരുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ആ കുട്ടിക്ക് വരാൻ പറ്റുന്ന ഏറ്റവും വലിയ വിപത്ത് എന്നുള്ള ഒരു ധാരണയിൽ നിന്നായിരിക്കണമല്ലോ അമ്മ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. അപ്പോഴും നമ്മൾ ഈ സെക്ഷൽ ക്രൈമിനെ മറ്റൊരു അബ്യൂസ് ആയിട്ട് കാണാതെ ആ സെക്ഷൽ ക്രൈമിനെ എന്തോ വലിയൊരു പ്രശ്നമായിട്ട്, എന്തോ ഷെയിംഫുൾ ആയിട്ടുള്ള, നാണക്കേട് ഉണ്ടാക്കുന്ന, ആ കുട്ടിയുടെ ഭാവി ഇനി ഒരിക്കലും മുമ്പോട്ട് പോകില്ല എന്നുള്ള വിധത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ആ കുഞ്ഞിന് മരണപ്പെടേണ്ടി വന്നത്. മേ ബി ആ കുഞ്ഞിന് ഇനിയും നമ്മൾ കുറെ കൂടെ ലിബറൽ ആയിട്ടുള്ള ഒരു സമൂഹമായിരുന്നെങ്കിൽ ആ അമ്മ അങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഇനിയും മുമ്പോട്ട് എത്രയോ വർഷങ്ങൾ മിടുക്കിയായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നത് നമ്മൾ ആലോചിക്കണം. ഇതെല്ലാം നമ്മൾ റേപ്പ് പിരമിഡ് എന്ന് പറയുന്ന നമ്മൾ ജെൻഡർ തിയറിയിൽ എല്ലാ വിധത്തിലും നമ്മുടെ സിനിമയിലും നമ്മുടെ സംസാരങ്ങളിലും എല്ലാം തന്നെ സ്ത്രീകളെയും സ്ത്രീ ശരീരങ്ങളെയും തുച്ഛീകരിച്ച് കാണുമ്പോൾ ഇതിന്റെ ഇമ്പാക്റ്റ് നമ്മുടെ എല്ലാവരിലും ഉണ്ടാകും എന്നും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോൾ തൊട്ട്, അല്ലെങ്കിൽ റോഡിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ തൊട്ട് ആ സ്ത്രീയെ ലൈംഗിക വസ്തുവായിട്ട് മാത്രം കാണുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ഇത് അനുഭവിക്കേണ്ട വന്നതെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാതെ ഇത് കുഞ്ഞുങ്ങളുടെ മാത്രമോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് അബ്യൂസിന്റെ മാത്രമോ ഒരു ഒറ്റപ്പെട്ട കാര്യമാണോ എന്ന് വിചാരിച്ച് നമ്മളെ തന്നെ അത് നമ്മളെ തന്നെ ഫൂൾ ചെയ്യുന്നത് പോലെ ആയിരിക്കും. തീർച്ചയായും. എന്തായാലും